സോ ദ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് വൈ വി വർക്ക് ആൻഡ് ലിവ് ഇൻ കേരള എന്നുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. സോ നമുക്കറിയാം ഈ ഗസ്റ്റ് വർക്കേഴ്സ്, അതായത് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്കുള്ള കടന്നുവരവ്, അവരെ എന്താണ് ഇങ്ങോട്ട് ആകർഷിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് എങ്ങനെയാണ് അവരുടെ സേവനം എങ്ങനെയാണ് കേരളത്തിന് ഉപകാരമായി തീരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിലൂടെ ചർച്ച ചെയ്യുന്നത്. സോ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള 25 സ്റ്റേറ്റ്സിൽ നിന്നും തൊഴിലാളികൾ ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ആനുവലി 3.5 to 4 മില്യൺ ആളുകൾ കേരളത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ള റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ സംസ്ഥാനങ്ങളിലുള്ള ലോ വേജസ് ആണ്, ലോ സാലറി. ഇവിടെ എന്താണ്, ഹൈ സാലറി ആണ്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അതായത് 900 മുതൽ 1200 വരെ, 900 മുതൽ 1200 വരെ കൂലി കിട്ടുന്ന, അല്ലെങ്കിൽ 2000 വരെ കൂലി കിട്ടുന്ന അവർക്ക് ജോലികൾ ചെയ്യാൻ കഴിയും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പാരഡൈസ് ലൈക്ക് വേൾഡാണിത് കേരളം എന്ന് പറയുന്നത്. അവർക്ക് കൂടുതൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന, അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കൂടുതൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലാൻഡായിട്ട് അവരിവിടെ കാണുന്നു. അതുപോലെ തന്നെ അവരൊരു ഗസ്റ്റ് വർക്കേഴ്സ് ആയിട്ട്, അതായത് ഗസ്റ്റ് എന്നുള്ള ഒരു ലേബലിലൂടെ, ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കറിയാം, ഗസ്റ്റാണ്, ആൾ ഗസ്റ്റാണെന്ന് പറയുമ്പോൾ ആ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. സോ ആ ഒരു റെസ്പെക്റ്റോട് കൂടി ആളുകൾ കാണുന്നത് കൊണ്ട് തന്നെ എന്താണ്, അവർക്കൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നു. പല ആളുകളും ഇവിടെ സെറ്റിലാവുന്നു, ടെമ്പററി ആയിട്ട് സെറ്റിലാവുന്നു. അവർക്ക് ഒരു ഹെവൻ ലൈക്ക് സ്ട്രക്ചർ, അവരുടെ ഫാമിലിയെ കൊണ്ടുവരുന്നു, അവർക്ക് ഇവിടുന്ന് വിദ്യാഭ്യാസം കൊടുക്കുന്നു. നമ്മൾ പല ന്യൂസിലും കണ്ടതാണ്, കേരളത്തിലെ കലോത്സവങ്ങളിൽ തിളങ്ങുന്ന കേരളീയരെ വരെ തോൽപ്പിക്കുന്ന തരത്തിൽ, മീൻസ് അവരെന്താണ് കൂടുതൽ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് പല പാട്ടുകളിലും അതുപോലെ തന്നെ പല കലാരൂപങ്ങളിലും അവർ ഒന്നാമതെത്തുന്ന, അവർക്ക് കൂടുതൽ സെക്യൂരിറ്റി കിട്ടുന്ന ഒരു ലാൻഡായിട്ട് കേരളം മാറിക്കഴിഞ്ഞു. കേരളത്തിലുള്ള ആളുകളുടെ ഒരു ഹോസ്പിറ്റാലിറ്റിയും ഇതിന് നിദാനമാണ്. സോ കേരളത്തിലെ ലോങ്ങസ്റ്റ് മൈഗ്രേഷൻ കൊറൈഡർ എന്ന് അറിയപ്പെടുന്നത്, അതായത് ആസാമിലെ ദിൽബ്രുഗ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ നിന്നും ആളുകൾ 4000-ലധികം കിലോമീറ്ററുകൾ, 4000 കിലോമീറ്ററിലധികം താണ്ടിക്കൊണ്ട് ഇങ്ങോട്ട് ജോലിയെടുക്കാൻ വരുന്നു കൂടുതൽ ആളുകളും, ആസാമിലുള്ള ആളുകൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ. സോ ദിൽബ്രുഗ എന്ന് പറയുന്നത് കേരളത്തിലെ ലോങ്ങസ്റ്റ് മൈഗ്രേഷൻ കൊറൈഡറാണ്. ലോങ്ങസ്റ്റ് എന്നുള്ളൊരു വേർഡ് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക, എക്സാമിന് ചോദിച്ചേക്കാം. സോ അവരിങ്ങോട്ട് വരുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഹൈ സാലറി, അതുപോലെ തന്നെ ഹൈ സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ഓഫ് ഗവൺമെൻറ്, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടായാൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും, ലോക്കൽസിൻ്റെ ഭാഗത്തുനിന്നും. അതായത് നല്ല രീതിയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ നല്ല ആളുകളുമായിട്ട് നല്ല സമ്പർക്കം പുലർത്തിയിട്ട് ലോക്കൽസുമായിട്ട് നല്ല വിനയത്തോടു കൂടിയൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഇവിടെ നല്ലൊരു സ്കോപ്പുകൾ, നല്ല ജോലി അവസരങ്ങൾ, അതുപോലെ തന്നെ ആളുകളുടെ പെരുമാറ്റങ്ങൾ, ഇതൊക്കെ നല്ല രീതിയിൽ കേരളത്തിലുള്ള ആളുകൾക്ക് സ്നേഹം കൊടുത്താൽ ആ ഒരു സ്നേഹം അതേപോലെ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്ന ചില അവസ്ഥാവിശേഷങ്ങൾ ഇതൊക്കെ ഇവിടെ നിലവിലുണ്ട് എന്നുള്ളതും, വർഷങ്ങളായിട്ട് ഇവിടെ ജീവിച്ചു പോരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ തന്നെ പെർമനൻ്റ് ആയിട്ട് സെറ്റിൽ ആവണം എന്നുള്ള താല്പര്യമുള്ളവരും അതിൽ കുറവൊന്നുമില്ല. സോ ഈ കാര്യങ്ങളൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് നിലവിലുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പക്ഷേ ചുരുക്കം ചില ഇടങ്ങളിൽ അവരോടുള്ള എക്സ്പ്ലോയിറ്റേഷനും ഉണ്ട് എന്നുള്ളതും ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്നു. സോ അതിൽ ചുരുക്കം ചില ഇടങ്ങളിൽ ചില എംപ്ലോയീസ്, അതായത് ചില ബോസുമാർ അവരെ എന്ത് ചെയ്യുന്നു, വളരെ മോശമായിട്ട് പെരുമാറുന്നു, അവർക്ക് പുവർ ഹൗസിങ് കൊടുക്കുന്നു, അതുപോലെ തന്നെ അവർക്ക് പുവറായിട്ടുള്ള ഷെൽട്ടറുകൾ, സാലറി മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ അതിൻ്റെ ഭാഗികമായിട്ട് കൊടുക്കുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ഗ്യാപ്പ് ബിറ്റ്വീൻ പോളിസി ആൻഡ് പ്രാക്ടീസ്, അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നയം, കേരളത്തിന് വ്യക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള നിയമാവലികൾ ഉണ്ടാവും, അതായത് ഗസ്റ്റ് വർക്കേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ അത് എല്ലായിടത്തും പ്രാബല്യത്തിൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതും ഒരു വെല്ലുവിളിയാണ്. സോ അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ അതുപോലെ അവർക്ക് പൂർണ്ണമായിട്ടുള്ള റൈറ്റ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്, അവരുടെ ബിഹേവിയർ എൻഷ്യൂർ ചെയ്യുക. ബിഹേവിയർ നല്ല രീതിയിലുള്ള ബിഹേവിയർ ആണോ എല്ലാവരും ചെയ്യുന്നത്,
ഓക്കെ, അതിഥികളെ പോലെ പെരുമാറുന്നുണ്ടോ എന്നുള്ള കാര്യം, എസ്പെഷ്യലി ബോസുമാർ അവർക്ക് ജോലി ജോലിയെടുക്കുന്ന തൊഴിലാളികളെ വളരെ അതായത് വർക്കിംഗ് അവേഴ്സ് കൂട്ടിക്കൊണ്ടും അതുപോലെ തന്നെ ലോ സാലറി കൊടുത്തുകൊണ്ടും അവരെ ഏതെങ്കിലും രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യവും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഈ ഒരു ഡോക്യുമെന്ററിൽ പറയുന്നത് അവരെന്താണ്, അവർ ഈ കേരളത്തിന്റെ ഒരു അസറ്റാണെന്ന് പറയുന്നു. അതായത് അവര് വെറും ബെനിഫിഷ്യറീസ് അല്ല, പാസീവായിട്ടുള്ള ബെനിഫിഷ്യറീസ് അല്ല, ആക്റ്റീവായിട്ടുള്ള, കേരളത്തിനെ എപ്പോഴും ആക്റ്റീവായിട്ട് നിർത്തുന്ന, അതായത് കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ട് അവർക്ക് കൈത്തൊഴിൽ അറിയാത്ത ആളുകൾ. സോ ആ ഒരു ലേബർ ഗ്യാപ്പ്, ഓക്കെ, ആ ഒരു ലേബർ ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്യുന്നു. ആ ഒരു കൺസ്ട്രക്ഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു തൊഴിലാളികളുടെ അഭാവം അവർ ഫില്ല് ചെയ്യുന്നു വളരെ ഡിഗ്നിറ്റിയോട് കൂടി. ഏത് വെയിലാണെങ്കിലും ഏത് മഴയാണെങ്കിലും അവർ നല്ല രീതിയിൽ ഓക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. സോ എക്സ്പ്ലോയിറ്റേഷൻ കുറയ്ക്കുക, അവരുടെ ഹാർഡ് വർക്കിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ഇതിലൂടെ പറയുന്നു. സോ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, എല്ലാറ്റിനും ആളുകൾ കിട്ടുമ്പോൾ മീൻസ് എല്ലാ ജോലികൾക്കും അന്യസംസ്ഥാന തൊഴിലാളികൾ കിട്ടുമ്പോൾ ഒരു ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുമോ, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലെ ആളുകൾക്ക് മിസ്സായി പോവോ എന്നുള്ളൊരു എന്താണ് ഒരു ആങ്സൈറ്റി നിലവിലുണ്ട്. പിന്നെ എല്ലാ ആളുകളും എടുത്താലും ഓക്കെ, ഒരു 100 ആളുകൾ വന്നാൽ അതിലൊരു 10 ആളുകളെങ്കിലും ഓക്കെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നവരുണ്ടാവും, ബിഹേവിയർ ഉണ്ടാവും. സോ അവരെ സ്പോട്ട് ചെയ്യാനുള്ള ഒരു പിന്നെ സംവിധാനം കൂടി വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതും, ആ പ്രശ്നങ്ങളൊക്കെ അതായത് അവരുടെ ബിഹേവിയേഴ്സ് നമ്മൾക്ക് അറിയാത്തതാണ് പല ആളുകളുടെയും. സോ അവരുടെ ബിഹേവിയർ ചെക്കിങ് ഉള്ള സംവിധാനങ്ങൾ മീൻസ് അവരെ വേദനിപ്പിക്കാതെ തരത്തിലുള്ള ചില സംവിധാനങ്ങൾ ഓക്കെ, അവർക്ക് നല്ല ഷ്യൂരിറ്റി, അവർക്ക് നല്ല സെക്യൂരിറ്റി കൊടുത്തുകൊണ്ടുള്ള ലൈഫ് സ്റ്റൈൽസ്, ഇതൊക്കെ നമ്മൾ വരുത്തേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ കൂടുതൽ ഈ റോഡ് വർക്ക്സിനും അതുപോലെ തന്നെ റൺവേ വർക്ക്സിനും ഒക്കെ അവരെ ഉപയോഗിക്കുന്നു, നമ്മൾ കാണുന്നതാണ്. ഓക്കെ, ഏത് വെയിലാണെങ്കിലും അവരെന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കുന്നു എന്നുള്ളത്. സോ അവരെ നമ്മൾ അറ്റ്ലീസ്റ്റ് മാനിക്കുകയെങ്കിലും വേണമെന്നുള്ളതും ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്നു. ദെൻ നമ്മുടെ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് റീസൺ എന്ന് പറയുന്നതും അതിലൊരു ഘടകം അവരാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളീയർ മനസ്സിൽ വേണം. അവരോടും ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. അവരെ ആട്ടി ഓടിക്കരുത്. അവർക്ക് മാന്യമായിട്ടുള്ള രീതിയിലുള്ള ശമ്പളവും അതുപോലെ തന്നെ മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഫുഡുകളും ഒക്കെ അന്യസംസ്ഥാന തൊഴിലാളി എന്നുള്ള തരത്തിൽ മാറ്റി നിർത്താതെ അവർക്കും നല്ല നല്ല ഫുഡും അതുപോലെ തന്നെ നല്ല സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കണം. കാരണം അവർ ആക്റ്റീവ് ഏജൻസ് ഓഫ് കേരള ആണ്, നോട്ട് പാസീവ് ബെനിഫിഷ്യറീസ്. ഓക്കെ, അവർ ശമ്പളം വാങ്ങി മാത്രം ജീവിക്കുന്ന മീൻസ് അതിനുവേണ്ടി മാത്രം വന്നതല്ല, അവർക്കും കുടുംബമുണ്ട്, അവരുടെ കുടുംബം പോറ്റാനാണ് ഇങ്ങോട്ട് വന്നത്. സോ അവർക്കും ഫാമിലി ഉണ്ട്, കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ടാവും, അവർക്ക് ക്യാഷ് അയച്ചു കൊടുക്കാൻ ഇവിടെയുള്ള ജോലിയെടുത്ത് ഓക്കെ പകലന്തിയോളം ജോലിയെടുത്ത് അവർക്ക് അയച്ചു കൊടുക്കേണ്ടി വരും. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വേണം. അവരെ ഒരു ഏലിയൻസ് ആയിട്ട് കാണരുത് എന്നുള്ളൊരു വാർണിംഗ് ഇതിൽ തരുന്നു. അതുപോലെ അവർക്ക് ഷ്യൂരിറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കാനുള്ള ചില രീതികൾ ഓക്കെ എന്ന് പറയുന്നത് ഇംപ്രൂവ് ദെയർ ഹൗസിങ് ഫെസിലിറ്റീസ്. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യാം, നല്ല വീടുകൾ മീൻസ് അവരുടെ പാർപ്പിട സൗകര്യങ്ങൾ ഓക്കെ ഹീനമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ വൃത്തി എൻഷുർ ചെയ്യുക എന്നുള്ളത്. സോ ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻസ് എൻഷുർ ചെയ്യുക എന്നുള്ളത് ചുറ്റുപാടുള്ള ആളുകളുടെയും ഒരാവശ്യമാണ്. അതും നമ്മളൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. മീൻസ് ഒരു ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻ സറൗണ്ടിങ്സിൽ അവരെ പാർപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ലീഗൽ എംഫസിസ് ഓക്കെ എൻഷുർ ലീഗൽ എംഫസിസ്, അവർക്ക് എന്ത് ചെയ്യാം, ലീഗലായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ള, ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിലോ ഒക്കെ മാറ്റി നിർത്താതെ എന്ത് ചെയ്യുക, അവർക്കും ഒരു തുല്യനീതി കിട്ടുന്ന തരത്തിൽ ഓക്കെ കള്ളക്കേസുകൾ വെക്കാതെ അത്തരത്തിലുള്ള രീതികളൊക്കെ മാറ്റിക്കൊണ്ട് മീൻസ് അവർക്കൊരു ലീഗൽ ഫ്രെയിം വർക്ക് കൊടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ എക്സ്പാൻഡ് സോഷ്യൽ സെക്യൂരിറ്റി എന്നുള്ളതും നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അവർക്ക് നമുക്ക് പോളിസിയും അതുപോലെ തന്നെ പ്രാക്ടിക്കാലിറ്റിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കുറയ്ക്കുക എന്നുള്ളത്. ഓക്കെ, നിയമം വേറെ അതുപോലെ തന്നെ പ്രാക്ടിക്കാലിറ്റി പ്രയോഗം വേറെ എന്നുള്ള രീതി മാറ്റിക്കൊണ്ട് അവർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന തരത്തിൽ അവർക്ക് സെക്യൂരിറ്റി ഉറപ്പാക്കുന്ന സേഫ്റ്റി ഉറപ്പാക്കുന്ന രീതിയിലുള്ള മാർഗങ്ങൾ അവലംബിക്കുക എന്നുള്ളതും നമ്മൾ കൈക്കൊള്ളേണ്ട ചില കാര്യങ്ങളാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിലൂടെ പ്രതിപാദിക്കുന്നത്. സോ താങ്ക് യു.